മേജർ രവിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി 2012 പുറത്തിറങ്ങിയ കർമ്മയോധ സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ചതെന്ന് കോട്ടയം കൊമേഴ്ഷ്യൽ കോടതി ഉത്തരവ്. തിരക്കഥാകൃത്ത് റിജി മാത്യുവിന് നഷ്ടപരിഹാരമായി 30 ലക്ഷം രൂപ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 13 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് റിജി മാത്യുവിന് അനുകൂലമായി വിധി വന്നത്. 2012 മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ സിനിമയാണ് കർമ്മയോധ. മേജർ രവിയായിരുന്നു അതിന്റെ സംവിധായകൻ. അന്ന് മുതൽ തന്നെ ആ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും മോഷ്ടിച്ചതാണ് എന്നൊരു ആരോപണം വരികയും ആ ആരോപണം ഉന്നയിച്ചത് തിരക്കഥാകൃത്ത് റിജി മാത്യു ആണ്. അതിവിടെ കേസാവുകയും ചെയ്തു. ഇപ്പോൾ ആ കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. കോട്ടയം കൊമേഴ്ഷ്യൽ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ആ തിരക്കഥയും സംഭാഷണം മോഷ്ടിച്ചതാണ്. 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ആ വിധി വന്നിരിക്കുന്നത്. ഒപ്പം ഇപ്പോൾ തിരക്കഥാകൃത്തുണ്ട്, റിജി മാത്യു ഉണ്ട്, അദ്ദേഹത്തിന് അഭിഭാഷകരുമുണ്ട്. ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. പൂർണ്ണമായും ആ തിരക്കഥ മോഷ്ടിച്ചതായിരുന്നു അന്നത്തേത്. തീർച്ചയായിട്ടും 2010 മേജർ രവി സാറ് അദ്ദേഹത്തിന് ഒരു തിരക്കഥ വേണം എന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചത്. അത് ലാൽ സാറിനെ തന്നെ നായകനാക്കി വേണം. അങ്ങനെയാണ് കർമ്മയോധ എന്ന് പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും പൂർണ്ണമായി എഴുതി ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചതിന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനൊരു കൃത്യമായ നിർമ്മാതാവ് വന്നിട്ടില്ല, വന്നാൽ ഉടനെ നിങ്ങളുടെ പേയ്മെൻറ്റും ബാക്കിയുള്ള എഗ്രിമെൻറ്റുകളും സെറ്റിൽ ചെയ്യാമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഞാൻ കാണുന്നത് ഒരു കഥാപാത്രത്തിൻ്റെ പേരോ സംഭാഷണങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്, അതുപോലെ സീൻ ഓർഡറുകൾ മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കോടതിയിൽ ഞാൻ കൃത്യമായി ഹാജരാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരി എൻ്റെ തിരക്കഥ ഞാൻ അദ്ദേഹവുമായി ഡിസ്കഷൻ ചെയ്തു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് എൻ്റെ കയ്യക്ഷരത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരമുണ്ട്. എന്നെ ഒരു മോഷ്ടാവ് എന്ന് അദ്ദേഹം വിളിച്ചത് ആണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം. ഇപ്പോൾ 30 ലക്ഷം രൂപ ഈ നഷ്ടപരിഹാരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റ് ഭാഷകളിലേക്കുള്ള റീമേക്ക് പോയിട്ടുണ്ട്, സാറ്റലൈറ്റിലേക്ക് പോയതാണ്. അതൊക്കെ വലിയ തുകയ്ക്ക് പോയതാണ്. ആ തുകയുടെ ഷെയർ കൂടി ഈ തിരക്കഥാകൃത്തിന് കിട്ടുമോ? അതായത് ഈ കേസിലെ ഇഞ്ചക്ഷൻ ഉത്തരവ് വന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ അവകാശം പ്രഖ്യാപിച്ചു. ആ അവകാശ പ്രഖ്യാപനം 2012 കേസ് കൊടുത്ത ആ ഡേറ്റ് മുതൽ പ്രാബല്യത്തിലാണ്. അന്ന് മുതൽ അതായത് ഈ കേസിൽ ഇടക്കാല ഉത്തരവുണ്ടായി. അതിനകത്തൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 5 ലക്ഷം രൂപ കെട്ടിവെക്കണം സെക്യൂരിറ്റി ആയിട്ട്. രണ്ടാമത് പറഞ്ഞു ഇതിൻ്റെ റൈറ്റ്സ്, അതായത് തിരക്കഥയുടെ സ്ഥാനത്ത് നിലവിൽ അവർ അവകാശപ്പെടുന്ന തിരക്കഥാകൃത്തിൻ്റെ പേര് വയ്ക്കാതെ പകരം തിരക്കഥ സംബന്ധിച്ച് കോടതിയിൽ തർക്കമുണ്ടെന്ന് രേഖപ്പെടുത്തി വേണം ഇത് സിനിമ പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് ലംഘിച്ച് ആണ് ഇവർ ഈ സിനിമ പ്രദർശിപ്പിച്ചത്. എന്ന് മാത്രമല്ല തമിഴിലും തെലുങ്കിലും ആ റൈറ്റ്സ്, ഇതിൻ്റെ തിരക്കഥയുടെ റൈറ്റ്സ് കൈമാറി. അത് ക്ലെയിം ചെയ്തത് ഇദ്ദേഹമാണ്, മേജർ രവിയാണ് അതിൻ്റെ അവകാശി എന്ന് പറഞ്ഞാണ് കൈമാറിയിട്ടുള്ളത്. അതിൻ്റെ ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. അതെല്ലാം തിരികെ കിട്ടാനുള്ള നിയമ നടപടികൾ ഞങ്ങൾ പിന്നാലെ സ്വീകരിക്കും. ശ്രീകുമാറിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, കോട്ടയം.